നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ മുടിക്കും സനത് വേണം ബർക്കത്തെടുക്കാൻ എന്ന് സമസ്തക്കാർ പറഞ്ഞിട്ടില്ല. മർക്കസിലെ മുടിക്ക് സനത് ഉണ്ടോ? മർക്കസിലെ മുടിക്ക് സനത് വേണം എന്നേ ഞങ്ങൾ പറഞ്ഞുള്ളൂ, അല്ലാതെ എല്ലാ മുടിക്കും സനത് വേണമെന്ന് സമസ്ത എവിടെയും പറഞ്ഞിട്ടില്ല. അത് സംസ്ഥാനക്കാർ വെറുതെ ഉണ്ടാക്കി പറയുന്നതാണ്. അങ്ങനെ എവിടെയും കാണിക്കാൻ സാധിക്കുകയില്ല. അൽഹംദുലില്ലാ, അങ്ങനെ പറഞ്ഞപ്പോൾ നമ്മൾ ആകെ കഴിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ പറയുന്നത് അതുകൊണ്ടല്ല അവർ എതിർക്കുന്നത്. എന്തിനാ അവർ എതിർക്കുന്നതൊക്കെ? നമ്മുടെ പ്രസംഗത്തിൽ ബർക്കത്തെടുക്കാൻ സനത് വേണമെന്നില്ല, നിങ്ങൾ മർക്കസിലെ മുടിക്ക് സനത് വാങ്ങേണ്ട കാര്യമാണ് പറയണമെങ്കിൽ അത് നിങ്ങൾ പറഞ്ഞു തീരുമാനിച്ചോ, ആ വിഷയത്തിലേക്ക് ഞങ്ങളില്ല എന്നല്ലേ നമ്മൾ വ്യക്തമായി പ്രസംഗിച്ചത്. ഗ്രന്ഥശേഖരത്തിലെ, വൈജ്ഞാനിക മണ്ഡലത്തിലെ, ചരിത്ര മണ്ഡലത്തിലെ, ഇസ്ലാമിക സംസ്കാരത്തിന്റെ നിരവധി ഭാഗങ്ങൾ തന്നെയും പ്രമാണയോഗ്യമല്ലെന്ന് വഹാബികൾ പറയും പോലെ ലോകം വിധി എഴുതാൻ ഇടവരും. ഇതിന് ഒരു സമസ്തന്റെ പേരിലും വഴിവെക്കാൻ പാടില്ല. സമസ്ത ആരാണോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചോളി. ഏറ്റ് ശരിയാണോ അല്ലേ നിങ്ങൾ തീരുമാനിച്ചോളി. അതിന് ഞങ്ങൾക്ക് തർക്കമല്ല. നിങ്ങൾക്കല്ലേ രാപ്പനേറിയുള്ളൂ, കൂടെ കടന്നുവനെ രാപ്പനേറുള്ളൂ. ഞങ്ങളുടെ കൂടെ അയാൾ ഉണ്ടായിട്ടില്ല, നിങ്ങളെ കൂടെ ഉണ്ടായിട്ടുള്ളൂ. ഏറ്റ് ആരാണ് നിങ്ങൾക്ക് അറിയാം, എങ്ങനെയൊക്കെ വിശ്വസിക്കാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയാം, അയാളുടെ താല്പര്യം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, മറിച്ചും അങ്ങനെ തന്നെ അറിയാം. അത് നിങ്ങൾ തീരുമാനിച്ചു, അത് വേറെ വിഷയം. പക്ഷേ ഇസ്ലാമിക ചരിത്രത്തിൻ്റെയും ഇസ്ലാമിക സംസ്കാരത്തിൻ്റെയും ഇസ്ലാമിക സാമൂഹിക പാഠത്തിൻ്റെയും എല്ലാം നല്ല വിഷയങ്ങളും കിതാബുകളും ഒക്കെ ഔട്ടാക്കുന്ന തരത്തിലുള്ള വാദങ്ങൾ ചെറിയൊരു വിഷയത്തിൻ്റെ പേരിൽ, നിങ്ങളുമായി ബന്ധപ്പെട്ട കേവലം സംഘടനാപരമായ വിഷയത്തിൻ്റെ പേരിൽ നിങ്ങൾ വാദിച്ച് കളമാക്കിയാൽ ഇവിടെ അപകടം വരും. അതുകൊണ്ട് മിണ്ടാതിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഈമാനികമായ ആവേശമാണ് ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് പ്രചോദകം. അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഇതാണ് ഒന്ന്. അപ്പം ഈ തരം അപകടങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഇത് നമുക്ക് സ്വീകരിക്കാൻ പറ്റില്ല. സനതുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ. മുടി തിരുശേഷിപ്പും തങ്ങളുടെ മുടിയാണെന്ന് അറിയുന്നത് ദീനാണ് എന്ന നിലക്ക് ദീനാ മുഖദ്ദിമ വെച്ചിട്ട് അതിന് സനത് വേണം. ഇത് രണ്ടും അബദ്ധമാണ്. പറഞ്ഞ പോലെ മർക്കസിലിരിക്കുന്ന മുടി തങ്ങളുടെ മുടിയാണോ അല്ലേ, ഒറ്റ പോയിന്റിൽ അവസാനിക്കുന്നത്. ഇയാൾ പല കളവും പറഞ്ഞെടുക്കണ മനുഷ്യനാ, അതുകൊണ്ട് ഞങ്ങളത് വിശ്വസിക്കൂല എന്ന് പറഞ്ഞാൽ തന്നെ ആ വിഷയം തീർന്നല്ലോ. പറയേണ്ടവർക്ക് അത്രയല്ലേ പറയേണ്ടുള്ളൂ. നമ്മളതല്ല മനസ്സിലാക്കുന്നത്. നമ്മൾ ഇതിനെ തുടർന്നുകൊണ്ട് പല അബദ്ധങ്ങളും വന്നിട്ട് അത് ദീനായോ ദീനിന്റെ നിയമമായോ മാറിയാൽ വിഷയം അപകടകരമാണ്. അതാ വിഷയം. ആ പ്രസംഗിച്ചതിനെ മർക്കസിലെ മുടിയുടെ കാര്യത്തിലേക്ക് യാതൊരു ബന്ധവുമില്ലാന്ന് ഇപ്പം അവർ സമ്മതിച്ചു ചെയ്തില്ലേ. പിന്നെ എന്തിനാ പിന്നെ നമ്മളെ പ്രസംഗത്തിന് ഇവർ എതിർക്കുന്നത്? നജീബ് മൗലവി അവർക്കതിൽ പിടിച്ചു എന്നും ഏപ്പിക്കാരൊപ്പം കൂടിയെന്ന് പിന്നെന്തിനാ പറയുന്നത്? ഏപ്പിക്കാരൊപ്പം കൂടിയെന്ന് പറയേണ്ട പോയിന്റ് എവിടെയാണ് എന്നാ പിന്നെ നമുക്ക് മനസ്സിലാകാത്തത്? അതെവിടെയാ പോയിന്റ്? ഏപ്പിക്കാരൊപ്പം കൂടിയ പോയിന്റ് എവിടെയാ? മർക്കസിലും സെനത് ഉണ്ട് എന്നാ ഏപ്പിക്കാർ പറഞ്ഞിരുന്നത്. സെനത് വേണമെന്നാ ഏപ്പിക്കാരും പറഞ്ഞിരുന്നത്. സെനത് ഞങ്ങളെടുത്ത് മുജ്മലുമായിട്ടും മുഫസ്സലായിട്ടും സെനതുണ്ട്, കാണിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നാ അവർ പറഞ്ഞിരുന്നത്. ഹസ്രജിന്റെ അടുത്തേക്ക് വരി, അവിടുന്ന് സെനത് കാട്ടി കൊടുക്കുക എന്നാ അവരും പറഞ്ഞിരുന്നത്. അപ്പൊ അവരും സെനത് വേണം മുടിക്കുക എന്നാ പറഞ്ഞത്, സെനത് ഉണ്ട് എന്നും. ഇവർ പറയുന്ന ആവട്ടെ സെനതില്ലാതെ ഒരു മുടിയും സ്വീകാര്യമല്ല, ദീനാണ്, തബറുക്കാണ്, അതിനൊക്കെ സെനത് വേണം എന്നാ പ്രസംഗിച്ചിരുന്നത്. കാസറ്റുകൾ കേൾക്കണം, സീഡികൾ കേൾക്കണം. അത് കേട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് തബറുക്കിന് സെനത് വേണമെന്നില്ല, സെനതുണ്ടെങ്കിലേ സ്വീകാര്യമാകൂ എന്നുമില്ല. മർക്കസിലെ മുടിക്ക് സംശയാസ്പദമാണെങ്കിൽ സെനത് വേണോ വേണ്ടേ എന്ന് നിങ്ങൾ തമ്മിൽ തീരുമാനിച്ചോ, അതിവിടുത്തെ വിഷയമല്ല, അത് ഞങ്ങൾ കടക്കുന്നില്ല എന്ന് വ്യക്തമായി പറഞ്ഞ പ്രസംഗം പിന്നെ എന്തിനാ എ പി അനുകൂലമാണ്, എ പിക്കാർക്ക് സൈഡായിട്ട് ഞാൻ പറഞ്ഞതാണ് എന്ന് പറയേണ്ട കാര്യം? ഇതാണ് മനസ്സിലാകാത്തത്. അപ്പൊ കള്ളമായി വ്യാജമായി ഇപ്പം പറയുന്നതാണ് അങ്ങനെ ഞങ്ങൾക്ക് വാദമില്ല എന്ന്. മനസ്സിലല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാനൊന്നുകൂടി പറയട്ടെ. ഇതൊക്കെ പറയുന്നത് ഇങ്ങനെ തർക്കിച്ച് ഇത്തരം വിഷയങ്ങളൊക്കെ ഇതേ രീതിയിൽ ഇങ്ങനെ തർക്കിച്ചിട്ട് എല്ലാവരുടെയും വിശ്വാസ്യത നഷ്ടപ്പെടുത്താൻ വേണ്ടിയല്ല. ഇതേ രീതിയിൽ സംസാരിച്ച് ഒരു ഹാളിൽ പോയിട്ട് ഇതേ രീതിയിൽ മറുപടി പറഞ്ഞ് ഇനി അല്ലെങ്കിൽ ഇതിലും വഷളാകുന്ന രീതിയിൽ കുട്ടികളെ കൊണ്ട് മറുപടി പറയിക്കാനുള്ള എല്ലാ സന്നാഹവും സജ്ജീകരണവും അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഇന്ന് സുന്നി യുവജന ഫെഡറേഷനുണ്ട്. അക്കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയുള്ള ആവശ്യപ്പെടുന്ന നിരവധി കുട്ടികളും ചെറുപ്പക്കാരും പ്രഭാഷകരും നമുക്കുണ്ട്. അവരുടെ നിർബന്ധമായ ആവശ്യത്തിൻ്റെ ഫലമായാണ് വാസ്തവത്തിൽ ഈ പരിപാടി തന്നെ. ഇതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് തോന്നിയാസം പറഞ്ഞ് മൊത്തം പണ്ഡിയന്മാരിങ്ങനെ തോന്നിയാസം പറയുന്നവരാണ് എന്ന നിലപാട് വരുത്തുന്നതിലും ഭേദം നമ്മൾ ഉള്ളതുപോലെ മനസ്സിലാക്കിയിട്ട് ശരിക്കിരിക്കുന്നതല്ലേ.
നമ്മൾ വേറെ ഒരു ഉദ്ദേശവും കരുതിക്കൊണ്ടല്ല ഈ വിഷയത്തിൽ ഇറങ്ങിയതെന്ന് നിങ്ങൾ മനസ്സിലാക്കും എന്ന് പ്രത്യേകമായി ഇതുവരെ പറഞ്ഞ വിഷയത്തിൽ നിന്ന് നമ്മൾ ആശിക്കുകയാണ്. സമസ്തയോട് വിരോധമോ സമസ്തയുടെ ഒരു കൂട്ടരോട് മാത്രമായിട്ടൊരു വിരോധമോ മറ്റൊരു കൂട്ടരോടുള്ള താല്പര്യമോ ഈ വിഷയത്തിലില്ല.